അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് മൗലവിമാർ അവർ നമ്മൾ സാധാരണക്കാരൊക്കെ ഉണ്ടല്ലോ, തെറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റാത്ത ആരെയൊക്കെ ചെയ്ത് അവൻ്റെ ബാപ്പാനും ഇമ്മാനൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുന്ന, പിന്നെ നിന്ദിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ. ഇതുപോലെയാണ് മുജാഹിദ് മൗലവിമാർ. അവർക്ക് പറ്റാത്ത ഹദീസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കിതാബായി ഇമാമിങ്ങളെ ബാപ്പാക്ക് വിളിക്കുക, ഇമ്മാക്ക് വിളിക്കുക, തോട്ടുകൊണ്ട് വലിച്ചെറിയാൻ പറയുക. ഒരു വഹാബി മൗലവിയുമായിട്ട് അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞൊരു മൗലവി, അയാളുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇഹ്യാഉലുമുദ്ദീൻ്റെ ഒരു വിഷയം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, എന്ത് ഇമാം പിന്നെ ഈ ഗസാലി ഇമാമിന് ഇഹ്യാഉലുമുദ്ദീനൊക്കെ നീ തോട്ട് കൊണ്ടുപോയി വലിച്ചെറിയടാന്ന് എന്നോട് പറഞ്ഞത്. അത് ഇവരുടെ സംസ്കാരമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് സക്കരിയ സലാഹിൻ്റെ പുസ്തകമാണ്. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്താക്കിയപ്പോൾ അയാൾ വിഷമത്തോട് കൂടി എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 21-ാമത്തെ പേജിൽ ഇയാൾ എഴുതി വെക്കുക ആരെക്കുറിച്ചിട്ട്? അബ്ദുറഹ്മാൻ ഇരുവേറ്റി. അതാരാണ്? അത് മുജാഹിദിൻ്റെ നേതാവാണ്. അബ്ദുറഹ്മാൻ സലഫിയൊക്കെ പല പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്, ഇതിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉമർ മൗലവിൻ്റെ മകൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇരുവേറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇവരുടെ നേതാവാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് സക്കരിയ സലാഹ് ഇതിൽ എഴുതുകയാണ്. അയാൾ പറഞ്ഞ കാര്യം എന്ത്? അയാൾ ഈ പിന്നെ സിഹ്ർ ബാധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിന് മുസ്ലിം സമ്മതങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ളത് അത് അയാൾ സ്വീകരിക്കുന്നില്ല. ആ കാരണത്താൽ അയാൾ ബുഖാരി ഇമാമിൻ്റെ വാപ്പാക്ക് വിളിക്കുകയാണ്. ഇത് കേട്ടോളി, ഇതിൽ ഇതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് ബുഖാരിയല്ല, ബുഖാരിൻ്റെ വാപ്പ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തെ താറടിച്ചും പരിഹസിച്ചും ആദർശവിരോധികളുടെ മാധ്യമം പത്രത്തിൽ ലേഖനം എഴുതുകയും ചെയ്ത അബ്ദുറഹ്മാൻ ഇരുവേറ്റി ഇപ്പോഴും കോഴിക്കോട് പാവങ്ങാടുള്ള നമ്മുടെ പള്ളിയിൽ കുത്തുവ പറയുന്നില്ലേ, എന്നിട്ട് എന്തെങ്കിലും പുറത്താക്കാത്തത് എന്നാണ് ഇപ്പോൾ സക്കരിയ സലാഹ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ശേഷം അതുപോലെ തൊട്ടിക്കറിയാനും ഇതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മൗലവിമാരൊക്കെ ഇവരുമായി അടുക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ വലിച്ചെറി തോട്ടിക്ക് പോയിക്കൊണ്ട് വലിച്ചെറിടാൻ ആരുടെ അയാൾ അങ്ങോട്ട് ഇങ്ങോട്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. കാരണം മൊയ്തീൻ ശങ്കറുള്ളാനോ പിന്നെ ശങ്കരാചാര്യൻ്റെ തത്വം സ്വീകരിച്ച ആളാണെന്നൊക്കെ എഴുതിച്ച ആളുകളാണല്ലോ. അപ്പോൾ ഇതിൽ തന്നെ അതുപോലെ പറയണം, നമ്മുടെ ഔദ്യോഗിക ആസ്ഥാനമായ CD ടവറിൽ വെച്ച് സ്വഹീഹായ പല ഹദീസുകളും പരിഹസിച്ച് സംസാരിക്കുകയും താടി നീട്ടുക, വസ്ത്രം കയറ്റി ഉടുക്കുക എന്നീ സുന്നത്തുകൾ സ്വീകരിക്കുന്നത് അതിര് കവിയലാണെന്ന് തട്ടിവിടുകയും ചെയ്ത KC നിഅമത്തുള്ള ഫാറൂഖിയെയോ ഇയാൾക്ക് വിഷമാണ് ഓലൊന്നും നിന്ന് പുറത്താക്കാത്തത് എന്നുള്ള വിഷമാണ്. അതുപോലെ തന്നെ അടുത്തതാ, സ്വഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പറഞ്ഞ തൃശ്ശൂരിലെ EK ഇബ്രാഹിം കുട്ടി മൗലവി. ഇവരുടെ സംസ്കാരമാണ് ഇതൊക്കെ. കുട്ടിയെ വിളിച്ചു വരുത്തി നേതൃത്വം ശാസിക്കുകയോ ഒപ്പിടിക്കുകയോ പ്രബന്ധം അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയോ അത് ചെയ്യുന്നത് വരെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് ഇതൊക്കെ സക്കരിയ സലാഹിക്ക് കൊടുത്ത സംഗതിയാണ്. പരിപാടിയിൽ പങ്കെടുക്കരുത് ഇതൊക്കെ. അപ്പോൾ അയാൾക്ക് വിഷമമാണ്. അയാൾ തിരിച്ചു പങ്കെടുത്ത് പറയാണ്, പരിപാടിക്ക് പങ്കെടുപ്പിക്കരുതെന്ന് സർക്കുലർ അയക്കുകയോ ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതൊക്കെയാണ്. ബാപ്പാക്ക് വിളിച്ചാൽ തോട്ട് കൊണ്ടുപോയി വലിച്ചെറിയാൻ പറയുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പരസ്യമായി ആക്ഷേപിക്കുക, തെറി പറയുക, അവരുമായി സംസാരിക്കുമ്പോൾ വരുന്നതാണ്. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്പം ഈമാനില്ല. അവരിങ്ങനെ തെറി പറയുക, അനാവശ്യം പറയുക. തബ്ലീഗുകാരും അതിൽ മുൻപന്തിൽ അരക്കണക്കിപ്പെട്ടല്ലാതെ തബ്ലീഗ് ജമാഅത്തിൻ്റെ മൗലവിമാർ പരിചയമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇതൊക്കെ പറയാൻ കാരണം എന്താ? അങ്ങനെ പുറത്താക്കിയപ്പോൾ. കാരണം മൂപ്പര് ഭയങ്കര വിഷമമാണ്. മൂപ്പര് ഇതിനെ പറഞ്ഞതാ, 30 വർഷങ്ങളായി ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. എനിക്കുണ്ടായ വിഷമങ്ങളും മാനസിക പീഡനങ്ങളും കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നേതൃത്വത്തിൻ്റെ മുമ്പിൽ തുറന്ന് പറയുന്നത്. ഇനി ഒരുപാട് തുറന്ന് പറയാണ്ട് ഇങ്ങനെ ഓരോന്ന് പുറത്ത് ചാടുമ്പോൾ ഉള്ളിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുള്ളൂ. അപ്പോൾ ഇയാളെ പുറത്താക്കിയതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തതും ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ജിന്നുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലാണ്. ഇതിനേക്കാളും വലിയ കുഴപ്പത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പിന്നെ നിബന്ധനകളും മറ്റും പറഞ്ഞു കൊടുക്കില്ല, അവരോട് പിന്നെ ഇതുപോലെ പുറത്താക്കിയില്ല എന്നുള്ള വിഷമം കൊണ്ടാണ് സക്കരിയ സലാഹ് ഇത്രയും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വഹാബി മൗലവിമാരുടെ അവസ്ഥ. തെറ്റിയ തെറി പറയുക, വാപ്പാക്ക് വിളിച്ചാൽ അമ്മാക്ക് വിളിച്ചാൽ തോട്ടിലെറിയാൻ പറയുക, ഇമാമിയങ്ങളെ കിതാബുകൾ സ്വഹീഹുൽ ബുഖാരി തോട്ടിലെറിയാൻ പറയുക. ഇതൊക്കെയാണ് ഇവരുടെ സംസ്കാരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ധാരാളം കൊണ്ട് ഇതിൽ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയേ വരുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.